മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സെപ്റ്റംബർ 17-ന് ആദ്യ 100 ദിനങ്ങൾ പൂർത്തിയാകും. സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് വിവിധ സർക്കാർ വൃത്തങ്ങൾ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഈ സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ പക്കലുണ്ട്. രാജ്യത്തിന്റെ സെൻസസ് നടപടികൾ ഉടൻ ആരംഭിക്കാനും അതിൽ ജാതി ഉൾപ്പെടുത്താനും സർക്കാരിന് അനുകൂല മനസ്സുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം സെൻസസിൽ ജാതി ഉൾപ്പെടുത്തുന്ന സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും കേന്ദ്രം കൈക്കൊള്ളുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സഖ്യത്തിലുൾപ്പെട്ട കക്ഷികൾക്ക് നിരവധി സീറ്റുകൾ വിട്ടുനൽകുകയും ചെയ്ത BJP 240 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഈ വിജയം ചരിത്രപരമെന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ കോൺഗ്രസിന് 99 സീറ്റുകൾക്കപ്പുറം വിജയം നേടാനായില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 3 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇതിൽ മഹാരാഷ്ട്രയിലെ വാധവൻ തുറമുഖത്തിന് 76,200 കോടി രൂപ, 25,000 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയുടെ അടുത്ത ഘട്ടത്തിനായി 49,000 കോടി രൂപ എന്നിവയും അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ റോഡുകളുടെയും അതിവേഗ റോഡ് ഇടനാഴികളുടെയും വികസനത്തിനായി 50,600 കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പുതിയ റെയിൽ പാതകൾ, 3 പുതിയ വിമാനത്താവളങ്ങൾ, ബംഗളൂരു, പൂനെ, താനെ എന്നിവിടങ്ങളിൽ മെട്രോ പദ്ധതികൾ എന്നിവയ്ക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ 4.1 കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്ന 2 ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി പാക്കേജിന് പുറമെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിനായി ഉയർന്ന തുക നീക്കിവെക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഒരു വർഷം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്ന 1 കോടി ലക്ഷാപതി ദീദികളും ഇപ്പോൾ രാജ്യത്തുണ്ട്. ഇവരിൽ 11 ലക്ഷം പേർക്ക് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. PM ആവാസ് യോജനയുടെ കീഴിൽ 3 കോടി വീടുകൾക്ക് അനുമതി നൽകി. ഏകീകൃത പെൻഷൻ പദ്ധതി, ബജറ്റിൽ ഇടത്തരക്കാർക്കുള്ള ആദായ നികുതി ആനുകൂല്യങ്ങൾ, 2.5 ലക്ഷം വീടുകളിൽ സോളാർ വൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി എന്നിവയാണ് മറ്റു വലിയ നേട്ടങ്ങൾ. PM കിസാൻ നിധിയുടെ കീഴിൽ ഇതുവരെ 3 ലക്ഷം കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതിനു പുറമെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിച്ചതിലൂടെ 2 ലക്ഷം കോടി രൂപയുടെ അധിക ആനുകൂല്യങ്ങളും കർഷകർക്കായി നൽകിയിട്ടുണ്ട്. UPA ഭരണകാലത്ത് മിനിമം താങ്ങുവില 33%, NDA സർക്കാരിന് കീഴിൽ 120% വർദ്ധിച്ചു. പ്രധാനമന്ത്രി കിസാൻ നിധി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണുന്നത് പ്രതിപക്ഷമാണെന്നും കർഷകരെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയാണിതെന്നും സൗജന്യമായി നൽകുകയല്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സർക്കാരിന്റെ ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിലും റഷ്യയിലും യുക്രൈനിലും സന്ദർശനം നടത്തിയിരുന്നു. 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രിയയും 45 വർഷത്തിന് ശേഷം പോളണ്ടും സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി. കൂടാതെ ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. 120-ലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിരുന്നു. അന്വേഷണവും കോടതി നടപടികളും ചുരുക്കി രാജ്യത്ത് ഏറ്റവും ആധുനികമായ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കാൻ കഴിയുന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ് ആദ്യത്തെ 100 ദിവസത്തിനുള്ളിലെടുത്ത ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്ന്. ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ച് യുവാക്കൾ മനസ്സിലാക്കുന്നതിനായി ജൂൺ 25-ന് സംവിധാൻ ഹത്യാ ദിവസമായി സർക്കാർ പ്രഖ്യാപിച്ചു. രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ മികച്ച ഭരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള മാർഗമായി വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു.